അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദീനിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പ്രത്യേകിച്ചും ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി എനിക്ക് തോന്നുന്നത്, നമ്മൾ പഠിപ്പിക്കപ്പെടുന്നൊരു വെസ്റ്റേൺ നോഷനിൽ നിന്നുകൊണ്ട് പടിഞ്ഞാറൻ വിദ്യാഭ്യാസം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ദീൻ എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഭാഷയുടെ പരിമിതിയുണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ. മതം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അതല്ല യഥാർത്ഥത്തിൽ ദീൻ. അതിനാൽ കഴിയുന്നിടത്തോളം ദീനിനെ ദീൻ എന്നായി തന്നെ ഉപയോഗിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് വരുന്ന അള്ളാഹു അതിൻ്റെ താളക്രമത്തിനനുസരിച്ച് അതിനോട് പൂർണ്ണമായും റിതമിക്കായി പോകുന്ന രീതിയിൽ മനുഷ്യന് ജീവിക്കാനുള്ളൊരു വഴി അവൻ തന്നെ നിശ്ചയിച്ചു തന്നു. ആ ഒരു സൗന്ദര്യം ദീനിൻ്റെത് കാണാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ്റെ വ്യത്യസ്തങ്ങളായ പഠനങ്ങളിലൂടെ നമ്മൾ ആർജിക്കേണ്ടുന്ന ഒരു കാര്യം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വ കർഹൻ വ ഇലൈഹി യുർജഊൻ. അതിമനോഹരമായ ചിന്തോദ്ദീപകമായ ഒരു ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അവന് വോളണ്ടറിയായോ ഇൻവോളണ്ടറിയായോ കീഴടങ്ങിക്കഴിഞ്ഞിരിക്കെ, സ്വമേധയോ അല്ലാതെയോ ആയി കീഴടങ്ങിക്കഴിഞ്ഞിരിക്കെ, അവൻ്റെതല്ലാത്ത മാർഗങ്ങൾ തേടാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം എന്നാണ് ആ ക്വസ്റ്റ്യൻ. ഉദ്ഖുലു ഫി സിൽമി കാഫ, ദീനിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കുക. അതിനാൽ ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഏതെങ്കിലും നിശ്ചിതമായ സമയത്ത് നമ്മൾ കയറി നിൽക്കേണ്ടുന്ന ഒരു സ്പേസിൻ്റെ പേരല്ല, മറിച്ച് മുഴുവൻ ജീവിതവും അത് തന്നെയാണ്. മുഴുവൻ ജീവിതവും അങ്ങനെയാണെങ്കിൽ ജീവിതത്തിനുണ്ടാകുന്ന ആഹ്ലാദങ്ങൾ, സന്തോഷങ്ങൾ, അടിപൊളി എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം ദീനിലുണ്ടായിരിക്കണം. അവിടെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദീൻ എന്ന് പറയുന്നത് നോകളുടെ ഒരു ആകത്തുകയാണോ, ഒരു സംഘാതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. വിശുദ്ധ ഖുർആൻ ഹറാം അല്ലെങ്കിൽ ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്വൻ എന്ന് പറയുന്നിടത്ത് അള്ളാഹു എന്തൊക്കെയാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നിടത്ത് എന്തൊക്കെയാണ് ദമ വലഹ്മൽ ഖിൻസീരി വമാഹു ഇല്ല ബിഹി ലിഗൈരില്ലാഹി ബി എന്നൊക്കെ പറയുന്ന അള്ളാഹു നിഷിദ്ധതകളെ വളരെ കൃത്യമായിട്ട് നിർണയിച്ച് തന്നിട്ടുണ്ട്. ആ നിഷിദ്ധതകൾ എന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിൻ്റെ പിറകിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം യഥാർത്ഥത്തിൽ ഇല്ലാതാവും. കാരണം ഇതാർക്കാണ് അറിയുക? ഏതിലാണ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ജീവിതത്തിൻ്റെ ആസ്വാദനം എന്ന് നമ്മൾക്ക് കൂടുതൽ നിലനിൽക്കുന്ന സന്തോഷം എന്നുള്ളത് നമുക്കറിയുക ആർക്കാണ്? അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച പടച്ചവനാണ് യഥാർത്ഥത്തിൽ അതറിയുക. നമ്മൾ കുട്ടികളായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വളരെ വലിയ കാര്യമായി നമുക്ക് തോന്നിയിരുന്ന സംഗതികൾ പിന്നീട് നമ്മൾ മുതിർന്നു വരുന്നതിനനുസരിച്ച് അതങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ ജീവിതത്തെ സൗന്ദര്യമുള്ള, ആദരവർഹിക്കുന്ന ഒരു കാര്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നു. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് നമ്മളുടെ മാതാവിനേക്കാൾ കൂടുതൽ, അത് അവരാണല്ലോ ദുനിയാവിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, അതിനേക്കാൾ കൂടുതൽ നമ്മോട്, കാരണം കമ്പാരിസൺ ഇല്ല, ആ ഹദീസൊന്നും കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമില്ല. അങ്ങനെ താരതമ്യമില്ലാത്ത വിധം നമ്മളോട് കാരുണ്യമുള്ള അള്ളാഹു ആഗ്രഹിക്കുന്നു നമ്മുടെ അന്തസ്സിന് ഉടവ് പറ്റരുത് എന്ന്. ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ എന്തെങ്കിലും വേണ്ടാദിനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ടല്ലോ മാതാപിതാക്കൾ, എന്തിനാ മോനെ, എന്തിനാ മോളെ, പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഇങ്ങനെ ചെയ്യരുത് എന്ന്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ കരുണാർദ്രനായ അള്ളാഹു ഇതിനേക്കാൾ കരുണാർദ്രമായ സ്വരത്തിലാണ് നമ്മോട് ചോദിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, ഞാൻ നിങ്ങൾക്ക് വിലക്കുന്നത്, എൻ്റെ റബ്ബ് എനിക്ക് വിലക്കിയിരിക്കുന്നത്. ആ വളരെ സ്നേഹമസൃണമാണ് ആ പ്രയോഗം പോലും. എനിക്ക് വിലക്കിയിരിക്കുന്നത് എന്താണ്? അത് എൻ്റെ ജീവിതത്തിൻ്റെ മാന്യതയെ, അന്തസ്സിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ നൈമിഷികമായി സുഖാസ്വാദനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാലും അതിലില്ല എന്ന് ആർക്കറിയും? കാലങ്ങൾക്കപ്പുറത്ത്, ടൈം സ്പേസ് ഫ്രെയിമിന് അപ്പുറത്തുള്ള അള്ളാഹുവിനെ അറിയും. നേരത്തെ മൗലവി പറഞ്ഞതുപോലെ തന്നെ
ഈ ഒരു ഗൈബ് എന്ന് പറയുന്ന അതിഭൗതിക യാഥാർത്ഥ്യം എന്ന് പറയുന്ന കാര്യം അംഗീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വിശദീകരിച്ചാലും ഒരുപക്ഷെ ഈ പോയിന്റിലെത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു ഇനീഷ്യൽ കണ്ടീഷനായി ജീവിതത്തെ അറിയാൻ, ജീവിതത്തിൻ്റെ ആസ്വാദ്യത, സന്തോഷം എന്താണെന്നറിയാൻ ഗൈബിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവുക എന്നുള്ളത് ഒരു പ്രീ കണ്ടീഷനായി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വിശദീകരണങ്ങൾ മുഴുവൻ അതിനെ ആധാരമാക്കിയാണ്